ഹലോ, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണ്? സോ ഞാനിപ്പം യൂസ് ചെയ്യുന്നത് വിവോൻ്റെ V70 Elite എന്ന് പറയുന്ന ഡിവൈസാണ്. സോ വിവോൻ്റെ V സീരീസിൽ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിൻ്റെ ക്യാമറാസ് തന്നെയാണ്. V സീരീസ് അല്ല X സീരീസ് ആയാലും ഇവിടെയും ഒരു കുറവും വരുത്തിയിട്ടില്ല വിവോ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. ആ പ്രോബ്ലംസ് അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടാൽ മതി, കാരണം ഇതിൽ ഇഷ്ടം പോലെ കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 51,999 ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് പ്രൈസ് വരുന്നത്. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഓഫ്ലൈനൊക്കെ പോയി എന്ന് തപ്പയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 45,000 റുപ്പീസിനും അല്ലെങ്കിൽ അതിൽ കുറച്ച് നിങ്ങൾക്ക് നോർമലി മേടിക്കാവുന്നതാണ്. കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ വിവോൻ്റെ തന്നെ വേറെയും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫറിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഈ ഒരു പ്രൈസിന് ടോട്ടലി വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഓഫ്ലൈനിൽ കിട്ടുന്ന ബാക്കിയുള്ള മിക്ക ഡിവൈസിനെയും കാട്ടും ഫാർ സുപ്പീരിയർ സ്പെസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ഡിവൈസ് മെയിൻ ആയിട്ട് ആർക്കൊക്കെ ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓഫ്ലൈനിൽ പോയി ഒരു ഫോൺ മേടിക്കുന്നുണ്ട്, നിങ്ങളൊരു വിവോ ഫോൺ മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോർമലി ഏതൊരു ഫോൺ നോക്കുന്നുണ്ട് 50,000 റുപ്പീസിന്റെ റേഞ്ചിലെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നോർമലി ഓഫ്ലൈനിൽ പോയി മേടിക്കുന്ന ഫോൺസിലൊന്നും ഞാൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയാറില്ല. ബട്ട് ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. പിന്നെ 45,000 റുപ്പീസിനൊക്കെ നോർമലി ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വെച്ച് ഈ ഒരു ഫോൺ ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷേ ഈ ബാങ്ക് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാതെ ചിലപ്പോൾ പ്രൈസ് കുറയാനുള്ള ചാൻസസ് എന്തായാലും ഉണ്ട്. എന്തായാലും ഞാൻ ABC മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവരാണ് നമുക്ക് ഈ ഒരു ഡിവൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അവരെന്തായാലും നല്ല ഓഫേഴ്സിലൊക്കെ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും അവരെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ പേരൊന്ന് പറഞ്ഞു നോക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ബിൽഡ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ നല്ല പ്രീമിയം ആണ്. മെറ്റൽ അലുമിനിയം ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ് ആണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇൻ ഹാൻഡ് ഫീൽ വരുന്നുണ്ട്. ഏകദേശം iPhone 16, 17 ഒക്കെ ഒരു വൈബ് തരുന്നുണ്ടെങ്കിലും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വളരെ അധികം വലിയ ഫോണൊന്നുമല്ല, ഒരു കോമ്പാക്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഒരു ഹാൻഡി ഫോണാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ട്. പിന്നെ വിവോന്റെ ഫോൺ ആയതുകൊണ്ട് ഗൊറില്ല ഗ്ലാസ് ഒന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരെ സ്കോട്ട് സെൻസേഷന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓവറോൾ ബിൽഡ് ആണെങ്കിലും അതിന്റെ ഓവറോൾ ഫിനിഷിംഗ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കളർ അത്യാവശ്യം അടിപൊളി കളറാണ്. വേറെ 2 കളേഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ മൊഡ്യൂളിൽ സൈസിന്റെ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് എലമെന്റിലും, എന്നാൽ ആ ഒരു ക്യാമറ മൊഡ്യൂൾ ആക്ച്വലി ഒരു മെറ്റലും ആണ്. അതിലൊരു കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈസിന്റെ ബ്രാൻഡിങ് മാത്രം കാണിക്കാൻ വേണ്ടി. സോ അത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടച്ച് ഈ ഒരു ഡിവൈസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ മാറ്റ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റും സ്മജസ് ഒന്നും വരുന്നില്ല. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും ഒരു ഹാൻഡി ഡിസ്പ്ലേ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. നല്ല ഫ്ലാഗ്ഷിപ്പ് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കിഡിലും ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ് ഈ ഒരു പാനലിന്റെ. ആൻഡ് ഇതിന്റെ ബെസൽസും വളരെയധികം സ്ലിം ആണ്. പിന്നെ ഇതിന്റെ ഒരു ഓവറോൾ ബിൽഡ് സ്ട്രക്ചർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റൗണ്ടഡ് കോർണേഴ്സ് ആണ്, നല്ല റൗണ്ടഡ് കോർണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിലൊന്നും നിങ്ങൾക്ക് യാതൊരു കോംപ്രമൈസ് വരുത്താണ്ടി വരത്തില്ല. കിഡില പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്പീക്കർ പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ്. നല്ല കിഡില പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നോർമലി വിവോന്റെ V സീരീസിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പണ്ട് കൊടുക്കുന്ന കുറവായിരുന്നു. ബട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വിവോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് പെർഫോമൻസ് മിക്ക V സീരീസ് ഫോൺസിലും കാണാറില്ല. അതെല്ലാവരും കുറ്റം പറയുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇവിടെ വലിയ കുഴപ്പമില്ല. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ തന്നെ പോയി മേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നോർമലി ഒരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ മിക്ക ബ്രാൻഡ്സ് ഇപ്പോൾ സാംസങ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സിനോസിന്റെ 2400 2200 ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അതേ സിമിലർ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ബട്ട് സാംസങ്ങിന്റെ 2200 2400 എനിക്ക് പേഴ്സണലി ഗെയിമിങ്ങിലൊന്നും ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഓവർ ഹീറ്റിംഗ് ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, ബട്ട് ആ ഒരു ചിപ്സെറ്റ് ഒന്നും ഭയങ്കര സ്റ്റേബിൾ അല്ല. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. ആൻഡ് പെർഫോമൻസ് വളരെ നല്ലതാണ്. നല്ല നോർമൽ യൂസിനൊക്കെ വളരെയധികം സിൽക്കി സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഫോൺ ഓടിക്കോളും. ഗെയിംസ് കളിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. ബട്ട് ഞാൻ അത് പൂർണ്ണമായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം പ്രോ ഗെയിമർ ആണെങ്കിൽ വിവോന്റെ തന്നെ IQ ഫോൺസ് ഉണ്ട്. അതിൽ മച്ച് ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് നോർമൽ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരാൾക്ക് പറ്റിയൊരു പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ബാക്കിയുള്ള റെനോ സീരീസ് ആണെങ്കിലും വിവോന്റെ തന്നെ V സീരീസിൽ
വേറെയും ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ചിപ്സെറ്റ് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ചിപ്സെറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറേജും ഫ്ലാഗ്ഷിപ്പ് റാം ടൈപ്പുമാണ് കൊടുത്തിട്ടുള്ളത്. LPDDR5Xന്റെ റാം ടൈപ്പും UFS 4.1ന്റെ സ്റ്റോറേജ് ടൈപ്പും വിവോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ OS 6 ആണ്, ബേസ്ഡ് ഓൺ Android 16. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി OS ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയറും അല്ല, എന്നാൽ ഒട്ടും ഇഷ്ടമില്ല എന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആണ്. ആൻഡ് കുറച്ച് ബ്ലോഡ്വെയർ ഒക്കെ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്. സോ അതൊന്ന് ക്ലീൻ അപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല സ്റ്റേബിലിറ്റി ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. വിവോൻ്റെ സോഫ്റ്റ്വെയർസ് നല്ല സ്റ്റേബിളാണ്. അവർ അപ്ഡേറ്റ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് മാത്രമേ പുഷ് ചെയ്യാറുള്ളൂ. നോർമലി അങ്ങനെയാണ് കണ്ടുവരുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ബട്ട് ഞാൻ ഇതുവരെയും വിവോൻ്റെ ഫോണിൽ മേജർ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കണ്ടിട്ടില്ല. ആൻഡ് ഇവിടെ അതൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. സ്മൂത്ത് ആണ്, വളരെയധികം സ്മൂത്ത് ആണ്. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഏറ്റവും ഫേവറേറ്റ് ആയില്ല എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ ആനിമേഷനോ സ്മൂത്ത്നെസ്സോ സോഫ്റ്റ്വെയർ സപ്പോർട്ടോ ഒന്നുമല്ല, അതിൻ്റെ ഐക്കൺ ലുക്കും അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ഒരു ലുക്കും ഫീലൊക്കെയാണ്. കുറച്ചുകൂടെയൊക്കെ വിഡ്ജറ്റ്സും കുറച്ചുകൂടെയൊക്കെ ഒരു ഐക്കൺ ഒരു പോളിഷ് ഫീലിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും വിവോ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഹാൻഡി ഫോൺ ആയിരുന്നിട്ടും നല്ല ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ് എങ്കിലും 6500 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 90 വാട്ട്സിന്റെ വയർഡ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി എനിക്കൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. വിവോന്റെ സോഫ്റ്റ്വെയർ എഫിഷ്യൻസിയെ പറ്റി ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഈസിലി യൂട്യൂബിൽ പോയി കാണാവുന്നതാണ്. മിക്ക വിവോ ഫോൺസിലും നല്ല ബാറ്ററി എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നല്ല ബാറ്ററി പെർഫോമൻസ് ഇവിടെ എന്തായാലും കിട്ടുന്ന ഒരു കാര്യം. ഒരു 90% ഉറപ്പാണ്. ഞാൻ പൂർണ്ണമായിട്ട് ഇതിന്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം ഇതിന്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറെയും യൂട്യൂബിൽ ബാറ്ററി ടെസ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ബാറ്ററി ടെസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നടത്തുന്ന ഒരു കാര്യമാണ്. ബട്ട് നിങ്ങൾ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതും കൂടെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ബാറ്ററി ടെസ്റ്റ് വീഡിയോസ് ഒക്കെ കാണുക. ആൻഡ് ഈ ഒരു ഫോണിൽ വിവോ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത്. ഒപ്റ്റിക്കലൊന്നുമല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നാൽ ഇതിന്റെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ആണ്. ബാക്കിൽ ട്രിപ്പിൾ ക്യാമറയാണ്. ആൻഡ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി പെർഫോമൻസ് കിഡിലാണ്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നല്ല എഡ്ജ് കട്ടോടാണ് പോർട്രേറ്റ് മോഡിൽ നോക്കുകയാണെങ്കിൽ. മാത്രമല്ല സ്കിൻ ടോൺസ് നോക്കുകയാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ബാക്ക് ക്യാമറ നല്ലതാണ്. പ്രൈമറി ക്യാമറയിൽ കിട്ടുന്ന ഫോട്ടോസ് വളരെയധികം നല്ല ഫോട്ടോസ് ആണ്. ആൻഡ് ഇതിന്റെ 3xന്റെ ഒപ്റ്റിക്കൽ ലെൻസ് നോക്കുകയാണെങ്കിലും അതിന്റെ പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സൈസിന്റെ കളർ മോഡൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ടച്ചൊക്കെ നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും. ബട്ട് ഞാൻ ഈ ഒരു സൈസിന്റെ കളർ മോഡിന്റെ അത്ര വലിയ ഫാൻ അല്ല. എനിക്ക് നോർമലി വിവോന്റെ ആ ഒരു വിവിഡ് കളേഴ്സിനോടാണ് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. ആൻഡ് ആ ഒരു മോഡാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വിവോ കൊടുക്കുന്നത്, ആ ഒരു വിവിഡ് എന്ന് പറയുന്ന കളർ ടോൺ. ആൻഡ് ആക്ച്വലി വളരെ നല്ല ഒരു ഐ പ്ലീസിങ് കളേഴ്സ് ആണ് കാണാൻ പറ്റുന്നത്. ആൻഡ് സ്കിൻ ടോൺസിലൊക്കെ ഒരു വാംത്ത് ഉണ്ട്, ഒരു പ്ലീസിങ് കളേഴ്സ് ആണ് ഈ ഒരു ഫോൺ ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് ഈ 50 മെഗാപിക്സലിൽ നമുക്ക് OIS കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റേബിൾ വീഡിയോസ് ആണ്, നല്ല കിടിലൻ ഡൈനാമിക് റേഞ്ച് പെർഫോമൻസും കാണാൻ പറ്റുന്നതാണ് ഈ 50 മെഗാപിക്സലിൽ നിന്നും. ആൻഡ് ഈ 50 മെഗാപിക്സൽ യൂസ് ചെയ്തും ഫ്രണ്ടിലത്തെ 50 മെഗാപിക്സൽ യൂസ് ചെയ്തും നിങ്ങൾക്ക് 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോയും സൂപ്പറാണ്. ഈ ഒരു വ്ളോഗിംഗ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന്റെ ബാക്കിലുള്ള ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് കുഴപ്പമില്ല, ഡീസന്റ് പെർഫോമൻസ് ആണ്, ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ആ ഒരു 2 ക്യാമറ തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത്. വിവോ ചില മോഡൽസിൽ ഈ ഒരു 8 മെഗാപിക്സൽ വെച്ച് കൊടുക്കാറുണ്ട്. ബട്ട് അത്ര സൂപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, യൂസബിൾ ആണ് ഡേ ലൈറ്റിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ V70 എലീറ്റ് എന്ന് പറയുന്ന പേരിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ശരിക്കും എലീറ്റ് തന്നെയാണ്, കിടിലൻ പെർഫോമൻസ് ആണ്. ആൻഡ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ തന്നെയാണ്. അതിപ്പോൾ എഡ്ജ് കട്ടൗട്ട് ആയിക്കോട്ടെ, സ്കിൻ ടോൺസ് ആയിക്കോട്ടെ, HDR പെർഫോമൻസ് ആയിക്കോട്ടെ, കിഡിലോൺ. ഓവറോൾ എനിക്ക് ഇതേ പറയാനുള്ളൂ. ഈ ഒരു പ്രൈസിന് എനിക്ക് വേർത്തായിട്ടാണ് ഈ ഒരു ഫോൺ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് കുറ്റം പറയാനുമില്ല. വിവോന്റെ X200T എന്ന് പറയുന്നൊരു ഡിവൈസ് ഉണ്ട്. സോ അതും ഇതും ഏകദേശം ഒരേ ഒരു പ്രൈസ് സെഗ്മെന്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ വിവോന്റെ X200FEയും ഇതേ ഒരു പ്രൈസ് സെഗ്മെന്റിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഈസിലി 50,000 റുപ്പീസിനും 45,000 റുപ്പീസിനൊക്കെ ABC മൊബൈലിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവരെടുത്ത് തരുന്നതാണ്. സോ ആ ഒരു പ്രൈസിനൊക്കെ ആ ഒരു ഡിവൈസസ് ഒക്കെ അവൈലബിൾ ആണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഇത് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ടെക്നിക്കലി യെസ്, ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ഡിവൈസ് തന്നെയാണ്, ഞാൻ ഒരുപാട് പറയുന്നില്ല. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് X200FEൻ്റെ ഏകദേശം സിമിലർ ക്യാമറ പെർഫോമൻസ് ആയിരിക്കും. ബട്ട് കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക, ഒരു പ്രീമിയം ടച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ ഒരു യുണീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഡയമൻസിറ്റി ചിപ്സെറ്റ് ആണ് ആൻഡ് ഇതിൽ സ്നാപ്ഡ്രാഗൺ ആണ്. പെർഫോമൻസ് അതിലാണ് കൂടുതലെങ്കിലും ചിലർക്ക് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉണ്ടെങ്കിലേ ഫോൺ മേടിക്കത്തുള്ളൂ എന്ന് പറയുന്ന ടീമുകൾക്ക് ഈ ഒരു ഡിവൈസ് അടിപൊളിയാണ്. പിന്നെ X200FE ഇപ്പോൾ സ്റ്റോക്ക് കിട്ടുമെന്ന് എനിക്കൊന്നും ഉറപ്പൊന്നുമില്ല. അവർ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കുക. അതല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് V സീരീസ് എന്ന് പറയാൻ പറ്റും. ഇതുവരെ ഇറക്കിയ ഏറ്റവും ബെസ്റ്റ് V സീരീസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൽ ബ്ലോട്ട് വെയർസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതൊരു LTPO പാനൽ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെറിയ നിറ്റ് പിക്ക് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, നത്തിങ് മേജർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഡിവൈസ് തന്നെയാണ്. ബാറ്ററി, ഡിസ്പ്ലേ, ക്യാമറ ഇതെല്ലാം നോക്കുന്ന ഒരു ഹാൻഡി ഫോൺ വേണമെന്നുണ്ടെങ്കിലും, ഒരു വിവോ ഫോൺ വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ ഒരു ഹാൻഡി ഫോൺ വേണമെന്നുണ്ടെങ്കിലും നോക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.